welcome to my another video. It's me Dinah. This is Leon Kesia behind the camera. അപ്പോൾ ഇന്ന് ഞാൻ ഇവർക്കൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ്. ലിയോ സ്നാക്ക് ഗസ് ചെയ്യാമോ നിനക്ക്? നീ ഓൾറെഡി എത്തിക്കാൻ കണ്ടു. ഓക്കെ, എന്തായാലും പൊളിഞ്ഞു ഗൈസ്. അപ്പം ഞാൻ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമേ ഞാൻ പാൻ വെക്കുകയാണ്. വെച്ചു പൊളിച്ചു തരാമോ? എത്ര ഉണ്ടടാ അത്? അപ്പം ലിയോ അത് പൊളിക്കാണ്. അപ്പൊ അതിന് മുന്നേ ലിയോ കൈ കഴുകുക, ആദ്യം കൈ കഴുകട്ടോ. സോ അപ്പം പാൻ ചൂടാവുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ബാറ്റർ റെഡി ആക്കിയാൽ മതി. അപ്പം ആദ്യം ഒരു ഇച്ചിരി മൈദമാവ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ അതൊക്കെ. അപ്പം എല്ലാവരും കൂടെ ചേർന്നാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. ലിയോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. കെസിക്ക് പിന്നെ എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കെസി ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് നിൽക്കുവാണ്. സോ കുറച്ച് മാവ്, ഒരു ഇത്തിരി മാവ് മതി. മൈദ മാവാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ എനിക്ക് ഇത്തിരി കോൺഫ്ലവർ ഒരു ഇത്തിരി മതിയേ. കാരണം ഒരുപാട് ഐറ്റം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രിസ്പി ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇത്തിരി കോൺഫ്ലവർ എത്രണ്ണം മതി? 3 മതി ഇടാം. 3 മതി. ഞാൻ അത്രയും ബാറ്റർ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഒരു ഇച്ചിരി പഞ്ചസാര ഇടണം. ഒരുപാട് വേണ്ട, ഷുഗർ ഈസ് നോട്ട് ഹെൽത്തി. അപ്പം ഒരു ഇത്തിരി പഞ്ചസാര വേണ്ട. 3 മതി. ഓൾറെഡി അത് വെച്ചിരുന്നു. 3 മതി. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. ഇപ്പം പപ്പായ്ക്ക് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒത്തിരി പഞ്ചസാര. ആൻഡ് ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വേണ്ട, പപ്പയ്ക്ക് നമ്മുടെ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തല്ലേ ഇടുന്നത്. അപ്പോൾ ഇത്തിരി സോൾട്ട്. ആൻഡ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പോലെ ഇത് എടുത്താടാ, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇനി അവസാനം മഞ്ഞൾപ്പൊടി. കളറിനല്ലേ? യെസ്, കളർ. എന്നിട്ട് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിക്കണം. അതിന് മുന്നേ നമുക്ക് എണ്ണ ഇത്തിരി വറുക്കാനായിട്ട് ഒഴിക്കാം. കുറച്ച് മതി എണ്ണ. സോ ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല. സോ അപ്പം ജസ്റ്റ് അത്ര മതി. ഇനി എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊരു തിക്ക് ബാറ്റർ ഉണ്ടാക്കാം. ഒരുപാട് വെള്ളമായി പോയ പണിയാവും ഗൈസ്. പിന്നെയും മാവ് ഒഴിക്കേണ്ടി വരും. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഒരിത്തിരി വെള്ളം നമ്മൾ ഇത്തിരി കുറച്ച് ഒഴിച്ചിട്ട് വേണം അത് കറക്റ്റ് ബാറ്റർ പരുവായോ എന്ന് നോക്കാനായിട്ട്. കാര്യം ഒരുപാട് ഒറ്റയടിക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളമായി പോകും. സോ കട്ടിയായിട്ടിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് വെള്ളമാവില്ല. കാണാൻ പറ്റുന്നുണ്ടോ കേസിയ? ബാക്ക് സൈഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് വെട്ടത്തിലോട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം ഇത് ഓൾറെഡി മഞ്ഞ കളറാണ്. അപ്പോൾ ക്യാമറയിൽ വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല, പക്ഷേ മഞ്ഞ കളറായി. സോ ഈ ഒരു ടെക്സ്ചറാണ് വേണ്ടത്, ഈ ടെക്സ്ചർ. സോ ഈ ടെക്സ്ചറാണെങ്കിൽ പ്രോപ്പറായിട്ട് മറ്റേ ഏത്തയ്ക്ക വയ്ക്കാത്ത അത് നമ്മൾ മൊത്തത്തിലൊന്ന് സ്റ്റിക്കാവുള്ളൂ. സോ ഈ ഒരു ടെക്സ്ചറാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിപ്പോൾ എന്തായാലും ഞാൻ ഈ കിച്ചൻ്റെ ഒരു സെറ്റപ്പ് മാറ്റും. കാര്യം ക്യാമറയിൽ ഒരു ഭയങ്കര ബ്രൈറ്റാണ് ബാക്ക് സൈഡിൽ. അപ്പം ആ സൈഡിൽ ജനലുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് പറ്റുന്നില്ല, നമുക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ അടുക്കളയിൽ. ഇപ്പം നമ്മുടെ പുതിയ റെൻറ്റഡ് ഹൗസാണ് ഇതപ്പം. നേരത്തെ വീട്ടിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അത് സെറ്റ് ഗൈസ്. അപ്പോൾ ഇത് റെഡിയായി. ഇനി എന്നെ കാണാൻ പറ്റുന്നുണ്ടോ അവിടെ നിൽക്കാം? അപ്പോൾ ഈ ഏത്തയ്ക്ക നമുക്ക് ഒരുപാട് നൈസായിട്ടും പറ്റരുത്, ഒരുപാട് കനമാവരുത്. ലൈക്ക് ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ നമുക്കതൊന്ന് കട്ട് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ ഞാൻ പകുതി ഇത്രയാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ സാധാരണ എല്ലാവരും ഫുൾ ഇടും, ഞാൻ അങ്ങനെ ഇടത്തില്ല. അപ്പോൾ ഇത്ര എന്നിട്ട് എല്ലാം റെഡിയായി. എന്നിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്. ദൈവമേ ശരിയായ മതിയായിരുന്നു. ഓക്കെ 1 ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോൻ കൂടെ ഒന്ന് കാണിച്ചോടെ, എന്നെയും കൂടെ ഒന്ന് ഫേമസ് ആക്കടേ. എന്ത് ഗസിക്ക് എത്ര വേണം? ഗസി എത്ര വേണം? 2 ഇപ്പൊ പറയും. കഴിച്ച് വരുമ്പോ എനിക്ക് പോലും കിട്ടത്തില്ല ഇവിടെ. ഗസി സ്കൂളില് ഇത് കഴിഞ്ഞോ? ഇത് ഫുഡ് മൊത്തം കഴിച്ചു കഴിഞ്ഞായിരുന്നോ ഉച്ചയ്ക്ക്? ഞാൻ പാത്രം തുറന്ന് നോക്കുവേ. ഗൈസ്, ഞാൻ കെസിയെ വരുന്നവരെ വെയിറ്റ് ചെയ്താ ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവരുടെ എല്ലാം കാല് പിടിക്കും ഗൈസ്, എനിക്കത് ഷൂട്ട് ചെയ്ത് തരുമെന്ന്. കാര്യം ഷൂട്ട് ചെയ്ത് ആരെങ്കിലും തരാതെ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈ കുക്കിംഗ് പോലത്തെ പരിപാടികൾ, കുക്കിംഗ് അല്ല ഏതാണെങ്കിലും ആരെങ്കിലും വേണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് കെസിയാണ് എനിക്ക് കിട്ടിയത്. സാധാരണ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും, ശരി അച്ഛനും ബിസിയാണ് ഓഫീസിൽ, അപ്പം പറ്റത്തില്ല. അപ്പം നമ്മുടെ ഇത് എല്ലാം ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി മാവിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഇതിനിപ്പോൾ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. നത്തിങ് എൽസ്. ഇനി ബാക്കി അത് കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കാം. ഓക്കേ ഗൈസ്, ഞാൻ അത് വറന്ന് വരുന്ന ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. കെസിയാനെയും ഫ്രെയിമിലോട്ട് ഞാൻ വിളിച്ചിരിക്കുകയാണ്. കെസിയ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു. കെസിയ ലിയോണുണ്ട്, അപ്പം മുറിയിലാണ്. അപ്പോൾ ഇന്ന് സാധാരണ അവന് ട്യൂഷനാണ് വൈകിട്ട്, പക്ഷേ ഇന്ന് ട്യൂഷന് പോയില്ല. അവൻ നല്ല മാത്സിൽ നല്ല ബുജി ആയതുകൊണ്ട് അവനെ ഞാൻ ട്യൂഷന് വിടും. കേട്ട് കഴിഞ്ഞപ്പോൾ പറയും മമ്മ എന്തോ എന്നെ എല്ലാവരെയും മുന്നിൽ കളിയാക്കുകയാണെന്നൊക്കെ ചോദിക്കും. പക്ഷേ ലെസ് ഫോൺ അവൻ പഠിക്കും, നന്നായിട്ട് പഠിക്കും, പക്ഷേ ഇടയ്ക്ക് അവന് ഭയങ്കര കളിയൊക്കെയാണ്. അപ്പം കെസിയ ഒരുവിധം പഠിക്കും, അതുകൊണ്ട് ഞാനിപ്പോൾ ട്യൂഷൻ വിടുന്നില്ല. എപ്പോഴും ട്യൂഷൻ വിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാവോ? എന്ത് വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോഴേ ട്രെയിൻ ചെയ്യണം, ഒറ്റയ്ക്ക് പഠിച്ച് ട്രെയിൻ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ അവളെ ട്യൂഷൻ വിടുന്നില്ല. അപ്പോൾ അവൾ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ലിയോണ് മാത്രം ഇപ്പോൾ തൽക്കാലം ട്യൂഷനുണ്ട്. ദൈവം അത് കരിയരുത്, അത് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കുളമാവും ഗൈസ്. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ സാധാരണ നല്ല ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് വറുത്തിങ്ങെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരെണ്ണ വന്നിരിക്കുന്നു ഗൈസ്, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ മിക്കതും ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് വളരെ ലോ ഫ്ലെയിമിലിട്ട് നല്ല മൊരിച്ചെടുക്കുക ചെയ്യുന്നത്. ഈവൻ മീനാണെങ്കിലും. പക്ഷേ എൻ്റെ മമ്മിയാണ് അതെന്നെ പഠിപ്പിച്ചത്. പക്ഷേ എൻ്റെ വീട്ടിൽ വേറെ ആർക്കും ഇഷ്ടമല്ല അങ്ങനെ ഒരുപാട് മൊരിഞ്ഞ് ഇതിരിക്കുന്നത്. പക്ഷെ എന്തായാലും സമയം എടുക്കും, പേഷ്യൻസ് എല്ലാം അയ്യാടാ. അപ്പോൾ ഗൈസ്, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത് പറയാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ നിങ്ങളുടെ ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ ഷോർട്സിലും പറയുന്നതാണ്, നിങ്ങളുടെ ഹെൽപ്പില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കേസി നിൻ്റെ വകയായിട്ടൊന്ന് പറഞ്ഞോ സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ. ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണ്ട, ഒന്നും ചെയ്യില്ല, ലൈക്കും കൊടുക്കുക. ഇവള് പ്ലീസ് ഡോണ്ട് കം ഇൻ മൈ വ്ലോഗ്സ്, ഒന്നും കൊടുക്കില്ല. അപ്പോൾ അതാണ് ഗൈസ് ഇപ്പോഴത്തെ സീൻ. അപ്പോൾ നമുക്ക് ഇനി അത് റെഡി ആയോന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗോ. പിടിക്കും. പിന്നെയും ഞാൻ ക്യാമറമാനായിട്ട് എന്ത് പറയാനില്ല. അപ്പം നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. എല്ലാം കൂടെ ഒട്ടിപ്പോയി, സാരമില്ല, അത് കഴിക്കാൻ എടുക്കുമ്പോഴേക്കും വാവും നൈസ് കേസ് ചെയ്തോണ്ട് എല്ലാം കൂടി ഒട്ടിപ്പോയി. എല്ലാം കൂടി ഒന്ന് ഒട്ടിപ്പോയി. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ഫൈൻ. ബ്രൗൺ കളർ ആയില്ലത്, ചെറുതായി ബ്രൗൺ ആവും. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ബ്രൗൺ കളർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സമയം പോകും. അപ്പൊ നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റാം ഗൈസ്. ഇതൊരു പെർഫെക്റ്റ് കുക്കിംഗ് എന്നൊന്നും ഞാൻ പറയത്തില്ല, കാരണം ഇതൊക്കെ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ കുക്ക് ചെയ്യുന്നതാണ്. ഐ എം നോട്ട് എ പ്രൊഫഷണൽ കുക്കർ, ബട്ട് ഐ ക്യാൻ റിയലി കുക്ക്. ഇതിപ്പോൾ എൻ്റെ കെട്ടിന് ഇതുവരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് ഇതുണ്ടാക്കി കഴിക്കാം ഗൈസ്. ദിസ് ഇസ് റിയലി നൈസ്. അപ്പോൾ ഞാൻ പോയി
കഴിക്കുകയാണ്. ടാറ്റ കിസിയ. അനു ഞാൻ ക്യാമറമാനെ ഇരിക്കുന്നുണ്ട് അമ്മയുടെ വായി. അപ്പോൾ ഗോയ്സ് ഞങ്ങളുടെ പഴംപൊരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അവർ രണ്ടുപേരും കഴിച്ചു തുടങ്ങി. ഞാൻ കഴിച്ചില്ല. തിന്നോണ്ട് അപ്പോൾ കൈസയുണ്ട്, കൈസയ്ക്ക് കൊടുക്കണം. കൈസയ്ക്ക് കൊണ്ട് ഇനിയും ഉണ്ട് വറുക്കാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താ. എങ്ങനെയുണ്ട്? കയ്യിൽ നോക്കണം. കൈസയുടെ കൂടെ ഉണ്ടോ? ഇല്ല. ഏത്തക്കയുടെ മറ്റേ തൊലിയല്ലേ. അപ്പം ലിയോ 8 out of 10. കെസിയ ഇല്ല, അത് അതിൻ്റെ അത് ഇളകി വന്നത് പറന്ന് വീണതായിരിക്കും. വീഡിയോൻ്റെ അകത്താണ് അടങ്ങി പറയുന്നത്. അപ്പം guys, this was a success. നൈസ് ആണ്. ആക്ച്വലി ഏതൊക്കെ നല്ല അടിപൊളിയാണ്. ഒരുപാട് പഴുത്തിട്ടുമില്ല, ഒരുപാട് പച്ചയുമല്ല. അങ്ങനത്തെ ഏതൊക്കെയാണ് നമുക്ക് പഴംപൊരിക്ക് വേണ്ടുള്ളത്. കൈസിക്ക് കൊടുക്കണം. അപ്പം വാ വിളുന്നു. എങ്ങനെ കൃഷി കഴിക്കണ മുഴുവൻ. അപ്പം നെക്സ്റ്റ് വീഡിയോ നാളെ എന്തായാലും നോക്കട്ടെ. നാളെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷേ മറ്റന്നാൾ എന്തായാലും ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കേക്ക് ഉണ്ടാക്കി, അറിയാനും ഓറിയോ വെച്ച്. കഴിഞ്ഞില്ല, 2 ദിവസം മുന്നേ കെസിയ ഓറിയോ കേക്ക് ഉണ്ടാക്കിയായിരുന്നു. അപ്പം നാളെയല്ല മറ്റന്നാൾ ഓറിയോ കേക്കിൻ്റെ വീഡിയോ ചെയ്യാമല്ലോടാ. ഓക്കെ, ഓറിയോ കേക്കിൻ്റെ അടിപൊളിയായിരുന്നു. ആക്ച്വലി വേറെ സിമ്പിളാണ്, പക്ഷേ അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് ഓറിയോ കേക്ക് ചെയ്യാം. അപ്പോൾ ഈ സ്നാക്ക് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഹെൽത്തി. പക്ഷേ ഫ്രൈഡ് ഐറ്റംസ് നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റത്തില്ല. സ്റ്റിൽ ദിസ് ഇസ് ഹെൽത്തി. കാരണം സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല, ടിഷ്യൂ പേപ്പറിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് എണ്ണ കളഞ്ഞിട്ട് കഴിക്കാം. ജസ്റ്റ് ലൈക്ക് നമ്മളൊക്കെ ഗുഡാണ്. നമ്മുടെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വൈകിട്ട് ചായയുടെ കൂടെ ഏറ്റവും കൂടുതൽ കഴിക്കും. നമുക്കിതൊന്നും നോ പറയാൻ പറ്റത്തില്ല ഇതിനോടൊന്നും. പക്ഷേ എന്നാലും ഡോണ്ട് ഈറ്റ് ദിസ് എവറി ഡേ. ഹെൽത്തി അല്ല. ഫ്രൈഡ് ഐറ്റംസ് എവറി ഡേ കഴിക്കുന്ന ഹെൽത്തി അല്ല. പ്ലീസ് ഡോണ്ട് ഈറ്റ് എവറി ഡേ. പക്ഷേ എന്നാലും ഫോർ ഫൺ ഇടയ്ക്കൊക്കെ ചീറ്റ് ഡേയിൽ കഴിക്കാം. ലൈക്ക് ഇടയ്ക്ക് നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കാം, പക്ഷേ നോട്ട് എവറി ഡേ. അപ്പോൾ ഗൈസ്, സീ യു നെക്സ്റ്റ് ടൈം. ബൈ. Bye guys. Bye guys. Bye.